കാണാം ബദർ യുദ്ധം നടന്നത് രാഷ്ട്രത്തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലാണ്. ഉഹദ് യുദ്ധവും ഖന്തഖ് യുദ്ധവും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ നാലാള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് യുദ്ധം നടത്തിയതല്ല. അങ്ങനെ വന്നാൽ നിയമം കയ്യിലെടുത്താൽ ഒരു രാഷ്ട്രത്തിലും പിന്നെ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിട്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രൂക്ഷമായൊരു തർക്കം നടന്നപ്പോൾ അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തെഴുതി എന്ന് തോന്നുന്ന ഒരു കത്ത് വാസ്തവത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയതല്ല. എഴുത്ത് പരിശോധിച്ചപ്പോൾ അത് മർവാന്റെ കത്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട്. അവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലെറ്റർ ഹെഡ് എടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതുമ്പോൾ ഒരു കത്ത് എഴുതിയതാണെന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയുടെ കൈവശത്തിൽ ആ കത്ത് കൊടുത്തയച്ചു. സുബ്ഹാനല്ലാഹ്, പലരും തെറ്റിദ്ധരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിച്ചു. അവസാനം കയ്യക്ഷരം പരിശോധിച്ചപ്പോൾ മർവാനിൻ്റെതാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവിടെയുള്ള ചെറുപ്പക്കാർ മർവാനിനെ വീട്ടിൽ നിറക്കണം, ഞങ്ങൾ അവനെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. കാരണം നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. മർവാനിന്റെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കാം. എന്നിട്ട് കോടതി അതാ തീരുമാനം പറഞ്ഞാൽ അത് നടപ്പാക്കണം. നേരെ മറിച്ച് വ്യക്തികൾ ഇവിടെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇതിൽ ഉറച്ചു നിന്നതിന്റെ പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിക്കൊന്നുപോയത്. അപ്പൊ തീവ്രവാദത്തിനെതിരെയാണ് മുഴുവൻ ഖുലഫാഉർ റാഷിദീങ്ങളും മുഴുവൻ സ്വഹാബത്തും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. ഒരിക്കലും തന്നെ സ്വഹാബത്തും നബിതങ്ങളും ഒരു മഹാനും തീവ്രവാദത്തെ അനുകൂലിച്ചിട്ടില്ല. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. മധ്യനിലവാരമുള്ള സമുദായം എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ ചെന്നൈയിൽ വെച്ച് പ്രസംഗിച്ച CD ഉണ്ട്, ഇസ്ലാം ജിഹാദ് ഭീകരത. തൃശ്ശൂർ ജില്ലയിൽ കുറേ മഹല്ലുകൾ കൂടിയിട്ടുള്ളൊരു സംയുക്ത പരിപാടി. അവിടെ വെച്ച് ഈ സർക്കിൾ ഇൻസ്പെക്ടറെ കൈ കൊടുത്തിട്ട് നമ്മൾ ഇതൊന്നും നിങ്ങൾ പ്രകാശനം ചെയ്യണമെന്ന്. അപ്പോൾ അയാൾ പ്രകാശനം ചെയ്തിട്ട് ഒരു കോപ്പി അയാൾക്കും കൊടുത്ത് അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത് കേട്ടു നോക്കി. കേട്ടതിന് ശേഷം കുറേ കോപ്പി എടുത്തിട്ട് എല്ലാ പോലീസുകാർക്കും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. കാരണം ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം തീവ്രവാദത്തെ അനുകൂലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ശക്തിയായി എതിർത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി അല്ലെങ്കിൽ പടത്തൊപ്പി അതാ കൈവശം വെച്ചിരിക്കുന്നത് ഒരു അമുസ്ലിം സഹോദരനാണ്. അവനോട് എൻ്റെതാണെന്ന് അലി റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞിട്ട് പോലും അവൻ പറയുന്നത് എൻ്റേതാണ്, എൻ്റെ കൈവശത്തിലാണ്, നമുക്ക് കോടതിയിൽ പോകാം. വാസ്തവത്തിൽ അലി റളിയല്ലാഹു അൻഹു ചോട്ടിന് തികഞ്ഞിട്ടില്ല ഇവൻ. അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത കഴിവ് നിങ്ങൾക്കറിയാമല്ലോ. ഖൈബറിന്റെ വാതിൽ ഒരൊറ്റ വലിക്ക് പിടിച്ചു പറിച്ച ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കോടതിയിൽ പോകാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെ, കോടതിയിൽ പോകാം, അതിന് ഞാൻ എതിരില്ല, നിയമം കയ്യിലെടുക്കുന്നില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ആ മജൂസിയും കോടതിയിലേക്ക് പോയി. കോടതിയിലെ ജഡ്ജി ആരാണ്? സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തിന്റെ കാലത്ത് ഒരുപാട് കാലം ഖാദിയായിരുന്ന മഹാനാണ്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആപലാതി ബോധിപ്പിക്കുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എൻ്റെ പടത്തൊപ്പി അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുണ്ട്, ഇന്നലെ പോരുമ്പോൾ വീണുപോയതാണ്, ഇപ്പം അയാളത് തരുന്നില്ല, അയാൾ കൈവശത്തിൽ വെച്ചിരിക്കുകയാണ്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പരാതി കേട്ടു. കേട്ടതിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് ഭരണാധികാരിയാണ്, പക്ഷേ ഇത് കോടതിയാണ്, ജഡ്ജിയാണ്, മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടതാ ആ പ്രതിഭാഗത്തുള്ള മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു നിന്റെ കൈവശത്തുള്ള പടയെങ്കിൽ അലിയിൻ്റേതാണെന്ന്, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബിൻ്റേതാണെന്ന്, നിനക്കെന്ത് പറയാനുണ്ട്? അതാണ് അതിൻ്റെ ശരി. ഒരു ഭാഗത്തു നിന്ന് മാത്രം കേട്ടിട്ട് തീരുമാനം പറയരുത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു സൂക്കേടാണ്. ഒരാളെന്തെങ്കിലും പറയുന്ന കേട്ടാൽ അങ്ങനെ തന്നെ കേട്ട് തീരുമാനം പറഞ്ഞാലും അങ്ങനെ തന്നെ നമ്മളൊന്ന് കൂടിക്കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭാഗത്തു നിന്ന് കേട്ടാൽ അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗവും കൂടി കേൾക്കണം. എന്നിട്ടേ ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം പറയാൻ ഏത് ജഡ്ജിക്കും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല പരാജയങ്ങളും മനുഷ്യന് സംഭവിക്കലതാ, പക്ഷെ പിന്നീട് ഖേദിക്കും.
പിന്നെ കേൾച്ചുകൊണ്ട് കാര്യമുണ്ടോ? പിന്നെ കേൾച്ചുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ, ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ, വലിയ ഇബാദത്തെടുക്കുന്ന മഹാനായിരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു വ്യഭിചാരി പെണ്ണ് അങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ കുട്ടി ജുറൈജ് വ്യഭിചരിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ആൾക്കാർ തിരിഞ്ഞും പറഞ്ഞു നോക്കാതെ ജുറൈജിൻ്റെ ഇബാദത്തെടുക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നിട്ട് ഒരക്ഷരം ചോദിക്കാതെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഇബാദത്തെടുക്കുന്ന കട്ടപ്പര വലിച്ചെറിഞ്ഞ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് വലിച്ചിട്ട് തല്ലാനും വേദനിപ്പിക്കാനും തുടങ്ങി. അപ്പോഴാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താ പഠിച്ചവനെ ഞാൻ ചെയ്തു പോയ തെറ്റ്, എന്താ ഞാൻ ചെയ്തു പോയ തെറ്റ്? ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ ആരോപണം കേട്ടിട്ടാണ് ഒരു മഹാനായ മനുഷ്യനെ ഈ ജനങ്ങൾ തെറ്റിദ്ധരിച്ചത്. ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഞാൻ ചെയ്ത തെറ്റ്, എന്താ ചെയ്ത തെറ്റ് എന്നോ? ഈ കുട്ടി നിൻ്റെ അല്ലേ, നീ വ്യഭിചരിച്ചിട്ടുണ്ടായതല്ലേ? ഞാൻ ആരെ വ്യഭിചരിച്ചു? ഇക്കാണുന്ന പെണ്ണിനെ വ്യഭിചരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇവളെ ഞാൻ വ്യഭിചരിച്ചു എന്നോ? ഇല്ല ഇല്ല. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കൂല. അങ്ങനെയാണല്ലോ ഒരു പെണ്ണൊരാളെ പറ്റി ആരോപണം പറഞ്ഞാൽ അവൾ പറഞ്ഞ് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും മനുഷ്യന്മാർ. അങ്ങനെയാണ്. അതിനപ്പുറം അത് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ചിലപ്പോൾ ചിന്തിക്കൂല. ജുറൈജ് റളിയല്ലാഹു അൻഹു തോന്നി, ഇവിടെ ഇവരോട് വർത്താനം പറഞ്ഞൊരു കാര്യമില്ല, ഇത് കടുത്ത ജാഹിലീങ്ങളാണ്, ഇവർക്കൊരിക്കലും തന്നെ നീതി നോക്കുന്നില്ല, രണ്ട് ഭാഗം കേൾക്കാൻ തയ്യാറില്ല. അവരോട് ചോദിച്ചൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ? മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള മാർഗമാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ നിസ്കരിക്കലാണ്. അതേ 2 റക്അത്ത് നിസ്കരിച്ചു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുവീൻ. 2 റക്അത്ത് നിസ്കരിച്ചു വന്നിട്ട് പ്രസവിക്കപ്പെടുന്ന ഉടനെയുള്ള ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വയറ്റിനൊരു ചെറിയ മുട്ടിയിട്ടൊരു ചൊട്ട് കൊടുത്തിട്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അബൂക്ക്, നിന്റെ ബാപ്പ ആരാണടാ, നിന്റെ അച്ഛൻ ആരാണടാ? ആ സംസാരിക്കാൻ പ്രായമെത്താത്ത കുട്ടി സ്ഫുടമായങ്ങ് പറഞ്ഞു, നിങ്ങളല്ല, അത് ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് വെച്ച് ആട്ടിനെ മേക്കുന്ന ആട്ടിടയനാണ്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പോഴാണ് ഈ കട്ടപ്പര വലിച്ചെറിഞ്ഞ് ഈ മഹാനെ തെറ്റിദ്ധരിച്ച സമൂഹം മുഴുവനും വന്നിട്ട്, നിങ്ങൾക്ക് സ്വർണം കൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കിത്തരാം, ഞങ്ങൾക്ക് മാപ്പാക്കണേ. ഒരു കറാമത്ത് വേണമെന്നുദ്ദേശിക്കുമ്പോൾ കറാമത്ത് പ്രകടിപ്പിക്കാൻ പോലും അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുള്ള ഈ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ ആ സംഭവം നടക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ജുറൈജ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ 3 ദിവസം വന്നിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നു. 3 ദിവസവും മഹാനവറുകൾ നിസ്കാരത്തിലായി പോയതുകൊണ്ട് ഉമ്മാക്ക് ഉത്തരം ചെയ്യാൻ സാധിച്ചില്ല. 3-ാമത്തെ ദിവസം തിരിച്ചു പോകുമ്പോൾ ഉമ്മ ഒരു ദുആ നടത്തിയിരുന്നു, അല്ലാഹുമ്മ ലാ തുമിത്തുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്, വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ എൻ്റെ മകനെ നീ മരിപ്പിക്കരുത് എന്നൊരു ദുആ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇവിടെ ഞാൻ വ്യഭിചരിച്ചോ എന്ന് ചോദിക്കേണ്ട ഒരു അവസരം അല്ലാഹു തആല ജുറൈജ് റളിയല്ലാഹു കൊണ്ടുവന്നത് ഉമ്മ അങ്ങനെ ഒരു വേദനിച്ച ദുആ നടത്തിയതിൻ്റെ പേരിലായിരുന്നു. വാസ്തവത്തിൽ മഹാനവറുകൾ ഉമ്മാൻ അവഗണിച്ചതല്ല, നിസ്കാരത്തിലായതുകൊണ്ട് ഉത്തരം ചെയ്യാതിരുന്നതാണ്. പക്ഷേ ബാപ്പയും ഉമ്മയും വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ ഉത്തരം ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിന് സന്തോഷം നൽകണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. സുന്നത്ത് നിസ്കാരത്തിൽ വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് ക്ലേശമുണ്ടാകുമെന്ന് തോന്നിയാൽ ഉത്തരം ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അത്ര വലിയ കടപ്പാടാണ് ബാപ്പയോടും ഉമ്മയോടുമെന്ന് എൻ്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ആളുകൾ സാധാരണയായി ഒരു ഭാഗത്ത് നിന്ന് കേട്ടാൽ അതിൻ്റെ അപ്പുറം ചിന്തിക്കാതെ അങ്ങ് തീരുമാനം പറയും. അപ്പോഴാണ് മനുഷ്യൻ പാരത്രിക ലോകത്തും ദുന്യാവിലും കൈകടിച്ചു പോകൽ. 2 ഭാഗവും കേൾക്കാതെ ഒരു വിഷയത്തെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ചും നമ്മൾ തീരുമാനം പറയരുത്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ശേഷം ഈ മജൂസിക്ക് അതാ പരാതിക്കാരൻ്റെ പരാതി കഴിഞ്ഞപ്പോൾ പ്രതിഭാഗത്തുള്ള ആളോട് വിശദീകരണം ചോദിക്കുകയാണ് ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനോട് ഈ മജൂസി പറയുന്നു, ഇതെൻ്റെ പടയങ്കിയാണ്, ഇതെൻ്റെ കൈവശത്തിലാണ്. എൻ്റെതാണെന്ന് പറഞ്ഞത് അവകാശവാദമാണ്, എൻ്റെ കൈവശത്തിലാണെന്ന് പറഞ്ഞത് തെളിവാണ്. രണ്ടും കോടതിയിൽ വെച്ചപ്പോൾ കോടതിയിൽ വെച്ച് ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയുന്നു,
അദ്ദേഹത്തിൻ്റെ കൈവശത്തിലാണ്, അദ്ദേഹത്തിൻ്റേതാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതാണെന്ന് വാദിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് തെളിവ് വേണം. കൈവശാവകാശം അവൻ്റെ കയ്യിലാണ് ഇപ്പം കാണുന്നത്. അതേ സമയത്ത് നിങ്ങളാണ് അതിൻ്റെ ശരിയായ അവകാശിയെങ്കിൽ അവകാശം തെളിയിക്കണം. അവകാശം തെളിയിക്കാതെ എനിക്ക് നിങ്ങൾക്കത് വാങ്ങിത്തരാൻ പറ്റൂല. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താ വേണ്ടത്? 2 സാക്ഷി വേണം. 2 സാക്ഷി വേണം. നിങ്ങളതാണെന്നതിന് 2 സാക്ഷി വേണം. അങ്ങനെ നിങ്ങൾ അവകാശം തെളിയിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 സാക്ഷിയെ തരാം. ആരാണ്? ഒന്ന് എൻ്റെ അടിമ കമ്പറാണ്, മറ്റൊന്ന് എൻ്റെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. ഉടനെ തന്നെ ഖാദിയുടെ മറുപടി, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ്, നിങ്ങളുടെ മകൻ ഈ വിഷയത്തിൽ സാക്ഷിക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. എന്താണ് കേൾക്കുന്നത്? അല്ലാഹു പരിശുദ്ധനാണ്, സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പ്രഖ്യാപിച്ച സ്വർഗത്തിലെ യുവാക്കളെ നേതാവല്ലേ എൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ സാക്ഷിക്ക് പറ്റൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കോടതിയുടെ മറുപടി, ശരിയാണ് അമീറുൽ മുഅ്മിനീൻ, ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു കളവ് പറയൂല എന്നും എനിക്കറിയാം. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇസ്ലാമിൻ്റെ നീതിയാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. ഒരു ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ മകനെ സാക്ഷിക്കെടുക്കൂല. അതേ ബാപ്പക്ക് അനുകൂലമായി മകനോ, മകൻ അനുകൂലമായി ബാപ്പയോ സാക്ഷി പറഞ്ഞാൽ സാക്ഷിക്കെടുക്കൂല. ഇതുപോലെ മനസ്സിൽ ശത്രുത വെച്ച് നീങ്ങുന്ന ഒരു ശത്രുവായ എതിരാളി ഒരാളെ സംബന്ധിച്ച് ഒരു ആരോപണം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മജൂസി, ആ പടയെങ്കിൽ നീ എടുത്തോ, ആ പടത്തൊപ്പി നീ എടുത്തോ, എനിക്ക് വേറെ സാക്ഷിയൊന്നുമില്ല, അതുകൊണ്ട് നീ എടുത്തോ. എന്തൊരു നല്ല മനസ്സാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് നോക്ക്. എന്നാലും പഹയം കൊണ്ടുപോയിട്ട് നശിച്ചോട്ടെ എന്നല്ല, നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുക. എന്നാൽ ആ പഹയം നശിച്ചുപോട്ടെ എന്നല്ലേ പറയാ, നശിച്ചുപോട്ടെ എന്നല്ല പറഞ്ഞത്. ഒരു ശാപവും ശവിച്ചിട്ടില്ല. അത് നീ എടുത്തോ, അതിന് പൊരുത്തപ്പെട്ടു കൊടുത്ത്. കാരണം ഹലാലായ നിലക്ക് എടുത്തോട്ടെ, എന്തായാലും അവനെടുക്കും, അത് ഹലാലായ നിലക്ക് എടുത്തോട്ടെ. അങ്ങനൊരു ചിന്ത നമുക്ക് ഉണ്ടായിക്കൂടെ? അത് ഹലാലായ നിലക്ക് ആയിക്കോട്ടെ, പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. അതിന് അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമുക്ക് പഠിച്ചുകൊണ്ടിരുത്തി ചെല്ലുമ്പോഴേക്ക് അത് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവില്ലേ? ചിലരുണ്ട്, ഞാൻ എന്തായാലും പൊരുത്തപ്പെടില്ല, അള്ളാഹിൻ്റെ കോടതിയിൽ നിന്ന് ചോദിച്ചു വാങ്ങും. അത്ര സുഖമുള്ള സന്ദർഭം ആ സ്ഥലം എന്നാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ മാത്രം നല്ല എയർ കണ്ടീഷൻ റൂമായി അള്ളാഹിൻ്റെ കോടതി. അവിടെ ആ വെയിലത്ത് നിന്ന് കണക്ക് പറയുന്നതിന് പകരം ഇവിടെ വെച്ച് തന്നെ അങ്ങ് പൊരുത്തപ്പെട്ട് കൊടുത്താൽ പടച്ച റബ്ബിൻ്റെ അടുക്കൽ എത്തുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ അത് കിട്ടൂലേ? അതുകൊണ്ട് ഒരു മനുഷ്യനും ഒരാളോടും വൈരാഗ്യം വെക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, വെറുപ്പ് വെക്കാതെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പിന്തുടർച്ച. കല്ലെറിഞ്ഞവനോട് വെറുപ്പുണ്ടാകരുത്, ചീത്ത പറഞ്ഞവനോട് വെറുപ്പുണ്ടാകരുത്, തെറി പറഞ്ഞവനോട് വെറുപ്പുണ്ടാകരുത്. 2 ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്തൊന്ന് പ്രസംഗം കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അതേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിന് പുറത്തുള്ള ഒരാളാണ് കുറേ കൊല്ലങ്ങളോളം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയക്കാരനാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണം. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും പൊരുത്താണ്, പറഞ്ഞവർക്കും പൊരുത്തം, പറയുന്നവർക്കും പൊരുത്തം, പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും പറയാൻ പോണ്ടട്ടോ. കാരണം പൊരുത്തപ്പെടാനേ എനിക്ക് കഴിയുള്ളൂ, തെറ്റ് ഹലാലാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ ഞാനെന്നല്ല ആരെയും പറയണ്ട, നമ്മളോട് അങ്ങനെ വേറൊരുത്തൻ്റെ കുറ്റം പറയാനുള്ള പറഞ്ഞില്ല. ഒരാളെ കുറ്റം പറഞ്ഞാൽ അയാൾക്ക് പൊരുത്തപ്പെടാനേ കഴിയുള്ളൂ. പക്ഷേ ആ കുറ്റം പറയാന്നുള്ളത് ഒരു തെറ്റാണ്, ഒരു ഹറാമാണ്. അശദ്ദു മിൻ 30 സനിയത്തൻ, 30 വ്യഭിചാരത്തെക്കാൾ കടുത്ത തെറ്റാണ് ഗീബത്ത് പറയൽ. അപ്പോൾ ആ 30 വ്യഭിചാരത്തെക്കാൾ കടുത്ത തെറ്റായ ഗീബത്ത് നമ്മൾ പറഞ്ഞാൽ അത് ഹറാമാണ്, കടുത്ത ഹറാമാണ്. അത് പൊരുത്തപ്പെടാൻ ഒരാൾക്കും പറ്റൂല, അത് അള്ളാഹ് തന്നെ പൊരുത്തപ്പെടണം. അയാൾ പൊരുത്തപ്പെടും എന്ന് പറഞ്ഞാലും ഹറാം ഹലാലാവൂല. അതുകൊണ്ട് ഒരാളെ കുറ്റവും പറയാതിരിക്കാൻ വേണ്ടി. പിന്നെ റമദാനിൽ പിന്നെ പറയണ്ടല്ലോ, റമദാനിൽ എല്ലാവർക്കും അറിയാം പാൽ കുടിച്ചാൽ നോമ്പ് കുറിയും.
പിന്നെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, മീൻ കൂട്ടിയാൽ നോമ്പ് മുറിയും, ഇറച്ചി തിന്നാൻ നോമ്പ് മുറിയും എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇറച്ചി തിന്നാൻ നോമ്പ് മുറിയും. ഏതിറച്ചി? അറുത്ത ഇറച്ചി, കൂട്ടൻ്റെ, പോത്തിൻ്റെ, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ, ആട്ടിൻ്റെ, കോഴിൻ്റെ ഇറച്ചിയൊക്കെ തിന്നാൽ അതൊക്കെ അർത്താൽ ഹലാലാകുന്ന ഇറച്ചിയാണ്. അത് തന്നെ തിന്നാൻ നോമ്പ് മുറിയും. പിന്നെ അർത്താലും കൂടി ഹലാലില്ലാത്ത മനുഷ്യൻ്റെ ഇറച്ചി തിന്നാൻ നോമ്പ് മുറിയും എന്ന് പറയണോ? അർത്താലും കൂടി ഹലാലാവില്ല, അറക്കലും പറ്റൂല, അർത്ത ഹലാലാവുകയില്ല, ഒരിക്കലും ഭക്ഷണമാവുകയില്ല. അങ്ങനത്തെ മനുഷ്യൻ്റെ ഇറച്ചി ഒരു മനുഷ്യൻ നോമ്പ് മുറിയുന്ന അവനെ നോമ്പ് മുറിയും എന്ന് പറയേണ്ടതുണ്ടോ? അപ്പൊ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് നിനക്ക് തന്നു, നീ എടുത്തോ മജൂസി. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ അതാ പൂർണ്ണമായി അവിടെ അനുസരിക്കുകയാണ്. ഒരു തീവ്രവാദവുമില്ല, ബലം കാണിക്കുന്നില്ല, അധികാരത്തിൻ്റെ ദണ്ടുപയോഗിക്കുന്നില്ല. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. സുബ്ഹാനല്ലാഹ്. തിരിച്ചു പോകുമ്പോൾ മജൂസി വിളിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ പോകല്ല, നിങ്ങൾക്ക് വേറെ ഒരു സാക്ഷിയുണ്ട്, നിങ്ങളതാണ് ഈ പടയൊക്കി എന്നതിന് വേറൊരു സാക്ഷിയുണ്ട്. ആരാണ് അത്? ഞാൻ തന്നെ. കാരണം എനിക്കറിയത് നിങ്ങളതാണ്, നിങ്ങളോട് വീണ് പോയപ്പോൾ ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മകൻ മാത്രമല്ല, ഞാനതിന് സാക്ഷിയാണ്, നിങ്ങളതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നു, ഇതെന്തൊരു പ്രസ്ഥാനമാണ്, ഇതെന്തൊരു നേതൃത്വമാണ്, ഇതെന്തൊരു ആശയമാണ്, ഇതെന്തൊരു നീതിയാണ്. ഭരണം നടത്തുന്ന നിങ്ങളുടെ പടത്തൊപ്പി ഞാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ട്, ആ പടത്തൊപ്പി എൻ്റെ കൈവശത്തിലുണ്ടായിട്ട് നിങ്ങളുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മകനാണ്. ആ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷി പറയാനുണ്ടായിട്ട് പോലും ആ സാക്ഷിത്വത്തെ സ്വീകരിക്കാതെ ബാപ്പക്ക് അനുകൂലമായി മകന്റെ സാക്ഷി സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് സാക്ഷി തള്ളിയിട്ട് എൻ്റെ കൈവശത്തിലായതുകൊണ്ട് ജഡ്ജിക്ക് ബോധ്യപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞ ഇത്രയും നീതി പുലർത്തുന്ന ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിലൊരു മെമ്പറായി ചേരുന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനും ഇനി അങ്ങോട്ട് മുസ്ലിമാണ്. ആ മുസ്ലിം സഹോദരൻ ഇസ്ലാമിലേക്ക് വരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ എൻ്റെ കുതിരയെയും നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. എത്ര സുന്ദരമാണ് പരിശുദ്ധ ഇസ്ലാം! ആ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്ത് കരിവാരി തേക്കുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, കോടതിക്ക് നിയമമനുസരിച്ച്, സാക്ഷി വിസ്താരമനുസരിച്ച് അവർക്ക് വിധി പറയാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ കോടതി. അതേ സമയത്ത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ മന്ത്രിക്കുന്ന വിഷയം എന്താണെന്ന് നന്നായി അറിയുന്ന രാജാവാണ് അല്ലാഹ്. അവൻ്റെ മുമ്പിൽ അവൻ സാക്ഷിയായി കൊണ്ടുവരുന്നത് ആരെയാണ്? വേറെ ഏതെങ്കിലും വ്യക്തികളുടെ വാക്കല്ല. റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷിയായി കൊണ്ടുവരുന്നത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചതൊക്കെ കൈകൾ സംസാരിക്കുകയാണ്, അവരെ കാലുകൾ സാക്ഷി പറയുകയാണ്, അവരുടെ സംസാരിക്കുന്ന നാവുകൾ ബന്ധായി പോയിരിക്കുകയാണ്. ആ നിലക്ക് നമ്മളെ കോടതിയിൽ അവനവന്റെ ശരീരം തന്നെ സംസാരിക്കുമെന്ന് ഖുർആൻ. പോരാ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി ലോകത്ത് ചെയ്ത ഓരോ കാര്യങ്ങളും ഭൂമി തന്നെ പടച്ചവന്റെ മുമ്പിൽ ഇന്നവൻ ഇന്നത് ചെയ്തു എന്ന് സാക്ഷി പറയുകയാണ്. പോരാ,
അതിൻ്റെ പുറമേ ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വസ്സിമാൽ, ഓരോ മനുഷ്യൻ്റെയും വലത്തും ഇടത്തും അവനവൻ പറയുന്നതും ചെയ്യുന്നതും റിക്കാർഡാക്കാൻ റബ്ബ് സംവിധാനം വെച്ചിരിക്കുകയാണ്. ചോദിക്കട്ടെ, നിങ്ങൾ കയറിയ ഹൈപ്പർ മാർക്കറ്റിൽ, നിങ്ങൾ കയറിയ സൂപ്പർ മാർക്കറ്റിൽ അതാ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അവിടെ നിന്ന് നിങ്ങൾ വല്ലതും കട്ടെടുക്കാൻ ധൈര്യം വരുമോ? റഡാർ വെച്ചിട്ടുണ്ടെന്ന് ബോർഡ് കണ്ടാൽ പിന്നെ നിങ്ങൾ അമിതമായ സ്പീഡിൽ വാഹനം ഓടിക്കുമോ? ഈ പള്ളിയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ക്യാമറ അല്ലേ? ഇപ്പോഴത്തെ പുതിയ സംവിധാനം അങ്ങനല്ലേ? കഅബത്തിന്റെ സമീപത്തുനിന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു മൊബൈൽ ഫോൺ മതാഫിൽ വീണത് കണ്ട് സാധു മനുഷ്യൻ, അയാൾ ചിലപ്പോൾ ഇതിൻ്റെ ആളാരാ നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ മലയാളിയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചില അബദ്ധം വരല്. അയാൾ മെല്ലെ ഫോൺ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴേക്ക് വന്ന് പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയി മാസങ്ങളോളം ജയിലിൽ. ഉംറക്ക് പോയ മനുഷ്യനാ, അയാൾ കക്കാൻ പോയതല്ലാന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ക്യാമറയെ പതിഞ്ഞു, അപ്പോൾ തന്നെ ഒന്ന് പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, ക്യാമറ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ വലിയ പേടിയാ അല്ലേ? അല്ലാഹു തആല നേരത്തെ തന്നെ നമ്മളോട് പറയുന്നു, വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളെ നന്മയും തിന്മയും റിക്കാർഡാക്കാൻ മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, മുഴുവനും പതിയും കേട്ടോ. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും മനസ്സിൻ്റെ ഉള്ളിലുള്ള വിചാരമടക്കറിയുന്ന രാജാവ് അവൻ്റെ അറിവ് മാത്രമല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അവൻ്റെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഴുവനും റിക്കാർഡാക്കി നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അവിടെ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അവിടെ വലങ്കയിൽ കിതാബ് കിട്ടുന്നവരുണ്ട്. പടച്ച റബ്ബേ, അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ വലങ്കയിൽ കിതാബ് തരണേ അല്ലാ. വലങ്കയിൽ കിതാബ് കിട്ടുന്നവൻ മുഅ്മിനായ മനുഷ്യനാണ്, മുത്തഖിയായ മനുഷ്യനാണ്. അവൻ നിസ്കാരം ഖളാക്കാൻ പോയിട്ടില്ല, നോമ്പ് കൈയൊഴിക്കാൻ പോയിട്ടില്ല, അവനതാ പലിശ വാങ്ങാൻ പോയിട്ടില്ല, അവൻ അന്യന്റെ ഹക്ക് പിടിച്ചെടുത്തിട്ടില്ല, വേറൊരുത്തന്റെ കച്ചവടം നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് കഫീലുമായി ലോകം കൂടിയിട്ട് അവനെ ഇങ്ങ് കയറണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. മറ്റൊരുത്തന്റെ കേഷീറായിരുന്നിട്ട് അവന്റെ കേസ് കട്ടെടുത്തിട്ടില്ല. അവൻ ഭാര്യയെയും അതേ സന്താനങ്ങളെയും കുടുംബങ്ങളെയും വഞ്ചിച്ച് അവൻ അനധികൃതമായ മാർഗത്തിൽ വ്യഭിചാരത്തിനും വികാരശമനത്തിനും പോയിട്ടില്ല. അവൻ കുടുംബബന്ധം മുറിച്ചിട്ടില്ല. അവൻ അയൽവാസികളുമായി പിണങ്ങിയിട്ടില്ല. അവൻ പ്രായമുള്ളവരെ അവഗണിച്ചിട്ടില്ല. അവൻ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞിട്ടില്ല. അവൻ സയ്യിദന്മാരെ പാർട്ടി നോക്കിയിട്ട് നിന്ദിച്ചിട്ടില്ല. അവൻ ഏത് രംഗത്തും റബ്ബിന്റെ പൊരുത്തത്തിലാണ് അവന്റെ ജീവിതം. ഹറാമാക്കിയതൊക്കെ കൈയൊഴിക്കാനാണ് അവന്റെ അവസരം, ഉജൂബാക്കിയതൊക്കെ എടുക്കാനാണ് അവന്റെ ആവേശം, സുന്നത്തുകളിലാണ് അവന്റെ ആഗ്രഹം, കറാഹത്ത് കൈയൊഴിക്കുന്നതിലാണ് അവന്റെ സന്തോഷം. അങ്ങനെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് എൻ്റെ രഹസ്യവും പരസ്യവും റബ്ബറിയുന്നു. എൻ്റെ നാവിലൂടെ പറയുന്നത് കാപട്യമാണോ അല്ല സത്യസന്ധമാണോ അതെൻ്റെ ഖൽബറിയുന്ന റബ്ബറിയുന്നു. ഞാനെവിടേക്ക് നടക്കുന്നുവെന്ന് റബ്ബ് കാണുന്നു. എൻ്റെ കൈകൊണ്ട് പിടിക്കുന്നത് റബ്ബറിയുന്നു, എൻ്റെ വയറ്റിലേക്ക് കഴിക്കുന്നത് റബ്ബറിയുന്നു. ആയിരക്കണക്കിന് ജ്യൂസുകൾ അവൻ എനിക്ക് കുടിക്കാൻ തന്നിട്ടുണ്ട്, എത്രയോ ഇനങ്ങൾ ചായകൾ തന്നിട്ടുണ്ട്, എത്രയോ ഇനം കാപ്പി തന്നിട്ടുണ്ട്, എത്രയോ പാലുകൾ എനിക്ക് കുടിക്കാൻ തന്നിട്ടുണ്ട്, എത്രയോ തേനുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ രാജാവായ റബ്ബാണ് എനിക്ക് ആമാശയം സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് എൻ്റെ വായ സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് എൻ്റെ ചെറുകുടലും വൻകുടലും സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് എനിക്ക് കിഡ്നിയും ഹാർട്ടും സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പടച്ച റബ്ബേ, നിന്നെ എത്ര പുകഴ്ത്തിയാലും മതിയാകൂല, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാകൂല, നിനക്ക് എത്ര തക്ബീർ ചൊല്ലിയാലും മതിയാകൂല. നിന്റെ ദീനിന്
ദീനിന് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചാലും മതിയാകൂല. അതിന് മാത്രം അനുഗ്രഹം നീ ഞങ്ങൾക്ക് ചൊരിച്ചു തന്നിട്ടുണ്ട്. നന്ദിയുള്ള അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. നല്ല കാര്യത്തിന് തൗഫീഖ് തരണേ റഹ്മാനെ. ഹറാമുകളിൽ ഞങ്ങളെ നീ തട്ടിത്തിരിക്കണേ റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഞാൻ ഈ അടുത്ത് മസ്കത്തിൽ ചെന്നപ്പോ ഒരു കടയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുപോയൊരു സുഹൃത്ത് ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു 55 വിധം ചായ വിൽക്കപ്പെടുന്നുണ്ട് അവിടെ. 55 വിധം ചായ വിൽക്കപ്പെടുന്നുണ്ട് അവിടെ. എത്ര സൈസ് ചായയാണ്, എത്ര സൈസ് ജ്യൂസാണ്, എന്തെല്ലാം വെള്ളങ്ങളാണ് റബ്ബ് തന്നത്. പക്ഷേ അവൻ കുടിക്കുന്നത് വിരോധിച്ചതൊന്നേ ഉള്ളൂ, അത് നജസാണ് കേട്ടോ. കടുത്ത നജസായ കള്ള്, കടുത്ത നജസായ ലഹരി. ഞാനത് പറയണോ? മലമൂത്ര വിസർജനം ചെയ്ത് പ്ലെയിനിൽ വെച്ചാണ്, സുബിഹിന്റെ സമയമാണ്, സുബിഹി കളാക്കാൻ പറ്റൂലല്ലോ, വെള്ളമെടുത്ത് ശൗച്യം ചെയ്യാൻ സൗകര്യമില്ലല്ലോ. എന്നാൽ തൊട്ടടുത്തില്ലേ ടിഷ്യൂ വെച്ചിരിക്കുന്നു, ആ ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കരിക്കാം. അല്ലേ? അങ്ങനെയല്ലേ നിയമം? ആ ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കരിക്കാം. ഇതുപോലെ നജസുകൾക്ക് പലതിനും, കാട്ടത്തിനും മൂത്രത്തിനും വരെ വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ വെച്ച് ഒരു മനുഷ്യൻ ബ്രാൻഡി കുടിക്കുമ്പോൾ, വിസ്കി കുടിക്കുമ്പോൾ, ഒരുറ്റി വിസ്കിയോ ബ്രാൻഡിയോ നമ്മളെ കുപ്പായത്തിൽ തെറിച്ചു പോയെങ്കിൽ അത് വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ മണവും രുചിയും നിറവും നീങ്ങാതെ ആ കുപ്പായം ധരിച്ച് നിസ്കരിച്ച നിസ്കാരം സഹീഹല്ല. കാട്ടത്തേക്കാൾ ഗൗരവമുള്ള നജസല്ലേ കള്ള്, മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസല്ലേ ലഹരി. ആ ലഹരി കുടിക്കരുതെന്ന് റബ്ബ് പറഞ്ഞപ്പോ അള്ളാഹു തന്ന വയറ്റിലേക്ക് അത് കുടിച്ചിട്ടില്ല. പടച്ച റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളിൽ ആരെങ്കിലും ലഹരി കുടിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റും ഞങ്ങൾക്ക് വന്നെങ്കിൽ ഞങ്ങൾക്കും മാപ്പാക്കണേ റഹ്മാനേ. സുബ്ഹാനല്ലാഹ്, വളരെ കടുത്ത തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലവരും ലഹരി കുടിച്ചാൽ അല്ലാഹു തആല അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അവിടുന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ ഒലിക്കുന്ന നീരും ചലവുമാണ് തീനത്തുൽ ഖബാൽ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലവെട്ടിക്കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്ക് 100 ഒട്ടകം തരുമെന്ന് പറഞ്ഞ ദുഷ്ടനായ അബൂജഹല്, ആ ദുഷ്ടനായ അബൂജഹല്, ആ അബൂജഹലിന്റെ ശരീരത്തിൽ നരകത്തിൽ വെച്ച് തീപ്പൊള്ളിയിട്ട് പഴുത്ത് ചലമൊലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നവൻ ലഹരി കുടിക്കുന്നവനാണ്. പടച്ച റബ്ബേ കാക്കണേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുടിക്കാൻ കിട്ടുന്ന മുഅ്മിനീകളിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ നന്മ തിന്മകൾ എഴുതിയ റിക്കാർഡുകൾ വിതരണം ചെയ്യുമ്പോൾ കള്ള് കുടിക്കാൻ പോയിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല, അഥവാ ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും അങ്ങനെ വന്നു പോയെങ്കിൽ പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ച, പരിശുദ്ധ റമദാനിലെ ഒറ്റയിട്ട രാത്രി, പരിശുദ്ധ റമദാനിലെ മറ്റു രാത്രി, പരിശുദ്ധ റമദാനിലെ നോമ്പ് തുറക്കുന്ന സമയം, അത്താഴം കഴിക്കുന്ന സമയം, നിസ്കാരം നിർവഹിക്കുന്ന സമയം, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം, അങ്ങനെ തുടങ്ങി പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളില്ലേ, സൽക്കർമ്മം ചെയ്ത ഉടനെയുള്ള സമയങ്ങളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളല്ലേ.
അസ്സായിമു ഹീന യുഫ്തിറു, നോമ്പ് മുറിക്കുന്ന സമയം, നോമ്പ് തുറക്കുന്ന സമയം നോമ്പുകാരന് ദുആക്ക് ഉത്തരമല്ലേ? രോഗിക്ക് രോഗമുള്ള സമയത്ത് ദുആക്ക് ഉത്തരമല്ലേ? അതുപോലെ കൂട്ടായ പ്രാർത്ഥനകൾക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ? ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചതല്ലേ? വമജ്തമഅ മലഉൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. കൂട്ടുപ്രാർത്ഥനക്ക് ഉത്തരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുകും അലാ തൈമീനി വസ്സലാമി. ജൂതന്മാർക്ക് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിൽ വലിയ അസൂയയാണ്, നിങ്ങൾ ആമീൻ പറയുന്നതിൽ വലിയ അസൂയയാണ്, പരസ്പരം സലാം പറയുന്നതിലും അസൂയയാണ്. ഫാക്സിറൂ മിൻ ഖൗലി ആമീൻ. ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയൽ വർദ്ധിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, ഇന്ന് മരിച്ചു പോയവരുണ്ട്. ഞാനിപ്പോൾ വരുമ്പോൾ കാറിൽ നിന്ന് സിറാജുൽ ഹുദയുടെ വലിയ സഹകാരിയായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനുണ്ട്, അലിയുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചു. ഇപ്പോൾ വരുമ്പോൾ പറഞ്ഞു, റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മരിച്ച മയ്യിത്തും കിടത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഖബറിന്റെ സമീപത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. മരിച്ചവർക്കും പ്രാർത്ഥിക്കണം, ജീവിച്ചിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കണം. റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങൾക്കും പുറത്തു തരണേ റബ്ബേ, ഞങ്ങളെ മുൻഗാമികളായി മരിച്ചുപോയവർക്കും പുറത്തു കൊടുക്കണേ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആനിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവർ, പടച്ച റബ്ബേ, ഞങ്ങളെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഞങ്ങളെ ബാപ്പമാർ, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കി തന്ന് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ച ഞങ്ങളെ ഉമ്മമാർ, പലരും മരിച്ചവരുണ്ട്. ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാര് മരിച്ചുപോയവരുണ്ട്. ഞങ്ങളോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ച എത്രയോ മുഅ്മിനീങ്ങൾ മരിച്ചുപോയവരുണ്ട്. അവരെല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, പടച്ച റബ്ബ്, ആ റബ്ബിന്റെ കാരുണ്യമായി നമുക്ക് തന്ന ഈ ദിവസങ്ങളും രാത്രികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഏടുകളിൽ നിന്ന് മയച്ചു കളയാൻ വേണ്ടി നമ്മളൊന്ന് കരഞ്ഞു പറയണേ, മനസ്സ് പൊട്ടി പറയണേ. എങ്കിൽ റബ്ബ് നമ്മുടെ ഏടുകളിൽ നിന്ന് മയച്ചു തരും. അല്ലാഹുവേ, ഈ പാവപ്പെട്ട ഞാൻ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല, ഈ സദസ്സിലുള്ള എത്രയോ ജനങ്ങൾ എന്നെക്കാൾ എത്രയോ ഇതിൻ്റെ അടുക്കൽ ഉത്തമന്മാരായിരിക്കും. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളും നീ മാപ്പ് തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, നീ പല ഉപകരണങ്ങളും ആയുധങ്ങളും ലോകത്ത് വെച്ചു. കത്തിയും അതുപോലെ കൊടുവാളും വാളും പല ആയുധങ്ങളും വെച്ചു. അതെല്ലാം മൂർച്ചം കൂട്ടുന്ന ഒരായുധമുണ്ട്, അതിൻ്റെ പേരാണ് അരം. ആ അരം മറ്റു പല ആയുധങ്ങൾക്കും മൂർച്ചം കൂട്ടുന്നു. പക്ഷേ സ്വന്തത്തിൽ അതിന് മൂർച്ചയില്ല. തക്കാളി പോലും മുറിക്കാൻ പറ്റൂല. അതുപോലെ മറ്റുള്ളവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുകയും അങ്ങനെ പലരും ഞാൻ കള്ളുകുടി നിർത്തിയെന്നും ഞാൻ നിസ്കാരം തുടങ്ങിയെന്നും ഞാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു എന്നും പലരും പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതേ സമയത്ത് സ്വന്തം ജീവിതത്തിൽ ആത്മീയ രംഗത്ത് പുരോഗതിയില്ലാതെ, തഖ്വയില്ലാതെ വെറും ഒരരം പോലത്തെ ആയുധമാക്കി ഞങ്ങളെ നീ അതപ്പതിപ്പിക്കരുതേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ചെയ്തു പോയ തെറ്റുകൾ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയവരുണ്ടാകാം. അവർക്ക് ഖേദിക്കാനും റബ്ബിനെ കൊണ്ട് മാപ്പ് വാങ്ങാനും അതേപോലെ അവന്റെ ഏടുകൾ മയക്കാനുമുള്ള സമയമല്ലേ റമളാൻ. അതിനുള്ള ദിവസമല്ലേ വെള്ളിയാഴ്ചയും ലൈലത്തുൽ ഖദ്റും രാത്രികളുമൊക്കെ. അത് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. നന്മകൾ എഴുതിയ റിക്കാർഡുകൾ വലങ്കയിൽ കിട്ടുന്ന മുഅ്മിനീങ്ങൾ, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലങ്കയിൽ കിതാബ് നൽകപ്പെടുന്ന വ്യക്തികൾ, ആ വ്യക്തികളെ കയ്യിൽ കിതാബ് കിട്ടുമ്പോ സന്തോഷം പറയണ്ട. മുഴുവൻ വിഷയത്തിലും A+ വാങ്ങിയ കുട്ടി അവന്റെ SSLC പുസ്തകം കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോൾ
അവൻ്റെ ആവേശം എന്താണ്, സന്തോഷം എന്താണ്. അതുപോലെ എൻ്റെ ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട് ഖുർആനിൽ, ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. എനിക്കിങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു കണക്ക് നോക്കുന്ന സമയമുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ച് വെച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ ഫിറ്റ് ചെയ്ത ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞവൻ അവിടെ കക്കാൻ തുനിയുന്നില്ല. ഇതുപോലെ ഞാൻ ഉറപ്പിച്ച് വെച്ചിരുന്നു എനിക്ക് കണക്ക് നോക്കുന്നൊരു സമയമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിതാ സന്തോഷത്തിലാണ്. അങ്ങനെ പറയാൻ അവസരം ലഭിക്കുന്നവരിൽ ഞങ്ങളെ അമൽ കൊണ്ടല്ല അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സുഹൃത്തുക്കളെ, മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനും അധിപനുമായ റബ്ബ് മനുഷ്യൻ ചെയ്ത തെറ്റുകൾ മുഴുവനും റെക്കോർഡാക്കിയിട്ടത് മുഴുവനും ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ ലാ തസൂലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും റബ്ബിന്റെ കോടതിയിൽ നീങ്ങൂല. അവനവന്റെ ആയുസ് കാലം ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചതെന്ന് ചോദ്യമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, ഐസും കട്ട അലിഞ്ഞു തീരുന്നത് പോലെ നിന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. പോകുന്നതിന് മുമ്പ് സമ്പാദിക്കേണ്ടത് നീ സമ്പാദിച്ചുകൊണ്ടല്ലാതെ റബ്ബിന്റെ കോടതിയിലേക്ക് നീങ്ങണ്ട. ആർക്ക് പറയാൻ കഴിയും അവനവന്റെ യാത്ര എപ്പോഴാണ്? എല്ലാവരും പ്രവാസികളാണ്. പ്രവാസികളാണ് ഞാൻ പറഞ്ഞതിനർത്ഥം നിങ്ങൾ ഈ UAE വന്നിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികളാണെന്ന അർത്ഥത്തിലല്ല. അത് ഒരു പ്രവാസ ജീവിതമാണ്, അത് മറ്റൊന്നാണ്, അത് നല്ലതുമാണ്. മനുഷ്യർ യാത്ര ചെയ്താൽ ഒരുപാട് സംസ്കാരം ഉണ്ടാവും, യാത്ര ചെയ്താൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, യാത്ര ചെയ്താൽ ഒരുപാട് പാഠം പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത്, യാത്ര ചെയ്യുന്നവൻ ഒലിക്കുന്ന വെള്ളം പോലെയാണ്. ഒലിക്കുന്ന വെള്ളം ഇങ്ങനെ ഫിൽറ്റ് ചെയ്ത് നല്ല ക്ലിയർ ഉണ്ടാവും, എത്ര കുറഞ്ഞ വെള്ളമാണെങ്കിലും. കെട്ടി നിൽക്കുന്ന വെള്ളം അത് കുറേ ദിവസം കെട്ടി നിന്നാൽ പിന്നെ ഇങ്ങനെ കളറൊക്കെ മാറി, പിന്നെ അത് ഉപയോഗിക്കാൻ തന്നെ മടിയാ എത്ര ഉണ്ടെങ്കിലും. അതുപോലെ യാത്ര ചെയ്യാത്തവൻ കെട്ടിക്കുന്ന വെള്ളം പോലെയാണ്. എത്ര മാറ്റം വന്നു പോയി നമുക്കൊക്കെ അല്ലേ? നമ്മളെ നാട്ടിൽ നിങ്ങൾ നോക്കി, ഇവിടെ ഇപ്പോൾ വലിയ പള്ളിയാണ്, ഒട്ടാകെ ഗ്ലാസ്സാണ്, ഒരു സ്ഥലത്തും പുറത്ത് തുപ്പാനുള്ള സൗകര്യമില്ല. നിങ്ങളെല്ലാവരും ജുമാ നിസ്കരിച്ചില്ലേ? ആരെങ്കിലും തുപ്പീനോ? അതേസമയം നമ്മളെ നാട്ടിൽ നിന്നാണെങ്കിലോ കാമത്ത് കൊടുക്കുമ്പോഴേക്ക് എത്ര ആളാ കാർക്കിക്കൽ, സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സംസ്കാരം ഉണ്ടായില്ലേ, നമുക്ക് മാറ്റം വന്നില്ലേ? അതുപോലെ നമ്മളെ നാട്ടിൽ നടന്നു പോകുമ്പോൾ എത്ര ആളാ തുണി ഉടുത്തിട്ട് മടക്കി ഇങ്ങോട്ട് കെട്ടു, എന്നിട്ടൊന്ന് കുനിയും കൂടി ചെയ്താൽ പിന്നെ അജബ് പറയണ്ട. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടെ വന്നപ്പോൾ ഒറ്റ കുട്ടി മടക്കി കെട്ടുന്നത് കാണുന്നില്ലല്ലോ. എത്ര നന്നായി പോയി, നമ്മൾ സംസ്കരിക്കപ്പെട്ടു പോയില്ലേ? നമ്മളെ നാട്ടിൽ ഒരാളെ കണ്ടാൽ സലാം പറയാൻ മടിയാ നമുക്ക്. ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവർക്കും അസ്സലാം അലൈക്കും, എന്തൊരു ആയത്തില്ല സലാം ചെല്ലുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അസ്സലാം അലൈക്കും, കൈഫ് ഹാലക്, അൽഹംദുലില്ലാ അത് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയി. നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാം ഒരു ഒറ്റ ദിവസം 1 കോടി ഉറുപ്പ്യ ലാഭം കിട്ടിയ ദിവസവും ഒരാളോട് പോയി കണ്ട് അസ്സലാം അലൈക്കും എന്തല്ല അങ്ങനെ പോകുന്നു അല്ലേ? ഒരു അൽഹംദുലില്ലാ പറയാൻ കഴിയൂല നമുക്ക്. ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മളെ മനസ്സനുവദിക്കൂല അല്ലേ? നമുക്ക് മാറ്റം വന്നു പോയില്ലേ? അപ്പം അങ്ങനെയാണ് യാത്ര ചെയ്താൽ. അതാ പണ്ഡിതന്മാർ പറഞ്ഞത്, അത് ഒലിക്കുന്ന വെള്ളം പോലെയാണ്. ഇങ്ങനെ സംസ്കരിച്ചു കൊണ്ടേയിരിക്കും, ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനൊരു കെട്ടി നിൽക്കുന്ന വെള്ളം അത് അതിൻ്റെ നന്മകളൊക്കെ നശിച്ച് ഇങ്ങനെ കളറ് മാറി ഉപയോഗിക്കാൻ തന്നെ പറ്റാത്ത രൂപത്തിലായി. അപ്പോൾ അതൊരു പ്രവാസ ജീവിതമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് എല്ലാ സ്ഥലത്തും അവൻ്റെ കാവലും അവൻ്റെ തൗഫീഖും അവൻ്റെ സഹായവും നമ്മുടെ ബിസിനസ്സുകളിൽ ബർക്കത്തും ജോലിയിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുകയും നമുക്ക് സന്തോഷത്തോടുള്ള ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഒരാൾ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് ഭാര്യയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ,
കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ നല്ല നിയ്യത്തോടുകൂടി ജോലിക്ക് പോയാൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലുള്ള പോക്കാണ്. നല്ല പാപ്പാനെയും ഉമ്മാനെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ തൊഴിലെടുത്താൽ അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ്. യാചിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി തൊഴിലെടുത്താൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് നമ്മൾ ജോലി എടുക്കുന്നത് മോശമല്ല, ബിസിനസ് ചെയ്യുന്നത് മോശമല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയ്യിന വസ്സുദ്ദീഖീന വശുഹദാ, സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ചതിക്കാൻ പാടില്ല, ഒരാളെയും ചതിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ജ്യേഷ്ഠൻ അനുജന് വിസ എടുത്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അനുജൻ ജ്യേഷ്ഠനെ വിസ എടുത്ത് കൊണ്ടുവന്ന് കുറേ ദിവസം വീഡിയോയിൽ നിർത്തി പണിയെല്ലാം പഠിപ്പിച്ച് ഭാഷ പഠിപ്പിച്ച് പോകാൻ നോക്കുമ്പോൾ താക്കോല് ഏൽപ്പിച്ച് നാട്ടിൽ പോയി മടങ്ങി വന്ന് നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ജ്യേഷ്ഠന് കടയില്ല, അത് അനുജൻ കയ്യിലാക്കാൻ അനുജൻ മെല്ലക്ക് ഫീലിൻ്റെ സോപ്പിട്ട് അങ്ങനെ പിന്നെ അനുജന് ജ്യേഷ്ഠൻ അങ്ങോട്ട് പ്രവേശനമില്ല. അല്ലെങ്കിൽ അനുജൻ്റെ കട ജ്യേഷ്ഠൻ കൈവശപ്പെടുത്തി, പിന്നെ നോക്കുമ്പോൾ അനുജന് കടയില്ല. അല്ലെങ്കിൽ അമ്മാമൻ കൈവശപ്പെടുത്തി, മരുമോൻ കൈവശപ്പെടുത്തി. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ തമ്മിൽ കലഹിക്കുന്നവരുണ്ട്.